അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രക്ഷിതാക്കളെ, നമ്മുടെ മീലാദ് ഫെസ്റ്റ് ആപ്ലിക്കേഷനിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതൊരു ഡെമോ വീഡിയോ ആണ്. നമ്മുടെ മദ്രസയുടെ ഡീറ്റെയിൽസുകളല്ല നിലവിൽ ഇതിൽ കാണിക്കുക. ഈ ഒരു ഡെമോ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഡീറ്റെയിൽസുകൾ നമ്മുടെ മദ്രസയുടെ വിവരങ്ങൾ കാണാൻ സാധിക്കുക. ആദ്യം മീലാദ് ഫെസ്റ്റ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ മദ്രസയുടെ രജിസ്റ്റർ നമ്പറും വ്യൂ പാസ്വേഡും നൽകേണ്ടതുണ്ട്. വ്യൂ പാസ്വേഡ് സദർ ഉസ്താദിനോട് ചോദിച്ച് മനസ്സിലാക്കി അവിടെ നൽകുക. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജാണ് തുറന്നു വരിക. ഏറ്റവും മുകളിൽ നമ്മുടെ മദ്രസയുടെ പേര്, രജിസ്റ്റർ നമ്പർ, സ്ഥലം, അതുപോലെ വ്യൂ മോഡ് എന്ന് കാണാം. ഒന്നാമത്തെ പേജ് കുറച്ച് 4-5 ഓപ്ഷനുകളിൽ സ്കോർ ബോർഡ്, റിസൾട്ട്, ടൈം ടേബിൾ, ഫോട്ടോ ആൻഡ് ID, മാസ്റ്റർ സെറ്റിംഗ്സ്, ഇത്രയും ഓപ്ഷൻസുകളാണ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ ആദ്യം സ്കോർ ബോർഡ് പരിശോധിക്കുന്നു. ഇവിടെ നമുക്ക് ഓരോ ടീമിനും എത്ര മാർക്ക് ലഭിച്ചു എന്നിവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാം. മുകളിൽ പ്രൊജക്റ്റ് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നോക്കിയാൽ കൃത്യമായി ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ സ്കോർ ബോർഡ് കാണാം. കാറ്റഗറികൾ കാണാം. ഓരോ വിഭാഗ കാറ്റഗറിയിലും എത്ര ബോയ്സ് ഗേൾസ് തരംതിരിച്ച് മാർക്കുകൾ കൊടുത്തതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ അടുത്ത സെക്ഷൻ റീസെന്റ് വിന്നർ, ഇപ്പോൾ ആരാണ് ഔട്ട് ചെയ്തത് അല്ലെങ്കിൽ ഓൾഡിലേക്ക് പോകണമെങ്കിൽ ലേറ്റസ്റ്റ്, അതേ മുകളിൽ നമുക്ക് ഓൾഡ് ഇതൊക്കെ ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മൾ എക്സിറ്റ് അടിച്ചു. റിസൾട്ട് എന്ന സെക്ഷനിലേക്ക് പോവാം. ഇവിടെ നമുക്ക് പ്രോഗ്രാം വിന്നർ, സ്റ്റുഡൻറ് റിപ്പോർട്ട്, അതുപോലെ സർട്ടിഫിക്കറ്റ്, റിസൾട്ട് ഹിസ്റ്ററി, ചാമ്പ്യൻ. ഇവിടെ നമ്മൾ പ്രോഗ്രാം വിന്നർ എന്നതിൽ സെലക്ട് ഒരു വിഭാഗം തിരഞ്ഞെടുക്കുന്നു. ജൂനിയർ തിരഞ്ഞെടുത്തു. ഇവിടെ സെലക്ട് പ്രോഗ്രാം നമ്മൾ അസാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 2 പേർക്കുണ്ട് അവരുടെ വിവരങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി പ്രോഗ്രാം ബോയ്സിൻ്റെ മാത്രമാണ് ഇവിടെ കാണുക തിരഞ്ഞെടുത്താൽ. ഇനി ഗേൾസിൻ്റെ മാത്രം വേണമെങ്കിൽ അവിടെ അങ്ങനെ തിരഞ്ഞെടുത്ത് നമുക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ നമുക്ക് വേണ്ട കാറ്റഗറികൾ ഏതാണോ അവിടെ തിരഞ്ഞെടുത്ത് ബോയ്സ് ഗേൾസ് സെപ്പറേറ്റ് ഒന്നിച്ചു കൊടുത്താൽ എല്ലാ പരിപാടികളും മിക്സ് ആയിട്ട് വരും. ഇവിടെ ബോയ്സ് മാത്രം കൊടുക്കുമ്പോൾ ബോയ്സിൻ്റെ മാത്രം, ഗേൾസ് മാത്രം കൊടുക്കുമ്പോൾ ഗേൾസിൻ്റെ മാത്രം നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം പ്രോഗ്രാം സെലക്ട് ചെയ്താൽ നമുക്ക് കാണാം. ഇവിടെ രണ്ടാമത്തത് സ്റ്റുഡൻറ് റിപ്പോർട്ട് ആൻഡ് സർട്ടിഫിക്കറ്റ്. അവിടെ നമുക്ക് ഒരു വിദ്യാർത്ഥിയുടെ രജിസ്റ്റർ നമ്പർ നൽകുന്നു. അപ്പോൾ ആ വിദ്യാർത്ഥിയുടെ പ്രോഗ്രാമിന് ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ലഭിച്ചതാണെങ്കിൽ വിദ്യാർത്ഥിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. നമ്മൾ സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് ഡൗൺലോഡ് ഇമേജ് ആയിട്ടോ PDF ആയിട്ടോ പ്രിൻ്റ് ആയിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വിദ്യാർത്ഥിക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റ് ആണ് ഇത്. ക്ലോസ് ചെയ്യുന്നു. ഇവിടെ റിസൾട്ട് ഹിസ്റ്ററി എന്ന് കാണുന്നു. ഇവിടെ നമുക്ക് ഇപ്പോൾ നമ്മുടെ അഡ്മിൻ മോഡിൽ നിന്നും റിസൾട്ട് ഔട്ട് ചെയ്ത റിസൾട്ടുകൾ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഓരോ പ്രോഗ്രാമിൻ്റെതായിട്ട് നമുക്ക് ഇവിടെ റിസൾട്ട് കാണാൻ സാധിക്കും. ശേഷം ചാമ്പ്യൻ എന്നൊരു ഭാഗത്തേക്ക് പോവാം. അവിടെ നമ്മൾ ജൂനിയർ എന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. അവിടെ നമുക്ക് ഫസ്റ്റ് 2 സെക്കൻഡുകളുണ്ട്. ഈ 3 സ്ഥാനങ്ങളിലാണ് കാണുക. തേർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് തേർഡ് കാണിക്കുക. സെക്കൻഡ് 1 മാത്രം ഉണ്ടെങ്കിൽ തേർഡ് കാണിക്കും. സെക്കൻഡ് 2 ഉണ്ടെങ്കിൽ 3 രീതിയിലാണ് കാണിക്കുക. ഷോ ലിസ്റ്റ് എന്നുള്ളിടത്ത് നമുക്ക് കൃത്യമായിട്ടും മാർക്ക് പോയിന്റ് ഇവിടെ ലേറ്റസ്റ്റ് 5 നമുക്ക് കാണാം. ബാക്കിയൊക്കെ ഇതാ പോയിന്റും കൃത്യമായിട്ട് നമുക്ക് സാധിക്കും. ഓരോ ചാമ്പ്യൻ ആരാണ് മുന്നിലുള്ളതും പിന്നിലുള്ളതും ഒക്കെ കൃത്യമായി ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഗേൾസിലേക്ക് നമുക്ക് മാറ്റാം. ഇവിടെ കാറ്റഗറി തിരഞ്ഞെടുത്ത് ബോയ്സ്, ഗേൾസ്, ജനറൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് നമുക്ക് ടൈം ടേബിൾ ആണ്. താഴത്തേക്ക് പോകുമ്പോൾ ടൈം ടേബിൾ എന്നുള്ളിടത്ത് കിഡീസ്, അതുപോലെ കിഡ്സ് ടു ഏത് വിഭാഗത്തിൻ്റെത്, ജനറൽ, അതുപോലെ തന്നെ ഓൾ കാറ്റഗറി. അവിടെ നമുക്ക് ബോയ്സിൻ്റെത്, ഗേൾസിൻ്റെത്, കോമൺ ആയിട്ട് നടത്തുന്ന പ്രോഗ്രാമുകൾ ഓൾ, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും ഇവിടെ കാണാൻ സാധിക്കും. ലിസ്റ്റ് വ്യൂ എന്ന് നോക്കിയാൽ ഈ രൂപത്തിലും അത് ഓപ്ഷൻ പല രൂപത്തിൽ നമുക്ക് ബോക്സ് ആയിട്ടും ഒരു ലിസ്റ്റ് മോഡലിലേക്കൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും. അടുത്ത് നമുക്ക് ഫോട്ടോ ആൻഡ് ID എന്ന സെക്ഷനിലേക്ക് പോകാം. ഇവിടെയാണ് നമ്മൾ വിദ്യാർത്ഥിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് എൻ്റർ രജിസ്റ്റർ നമ്പർ എന്ന ഭാഗത്ത് നമ്മൾ വിദ്യാർത്ഥിയുടെ രജിസ്റ്റർ നമ്പർ നൽകുന്നു. ശേഷം കൺഫേം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മക്കളുടെ പേര് ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ കാണാം. രജിസ്റ്റർ നമ്പർ കാണാം. ഏത് ടീമിലാണ് എന്ന് കാണാം. കാറ്റഗറി കാണാം. ബോയ് ആണോ ഗേൾ ആണോ എന്ന് കാണാം. അതിൻ്റെ താഴെയുള്ള ബോക്സിൽ സെലക്ട് ഫോട്ടോ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ഗാലറിയിലേക്ക് പോവുകയും അവിടെ നമുക്ക് കൃത്യമായിട്ടും ഫോട്ടോ, കുട്ടിയുടെ ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത് കൃത്യമായ രീതിയിൽ ഫോട്ടോ ക്രോപ്പ് ചെയ്യണം. അതിനുശേഷം ക്രോപ്പ് ആൻഡ് യൂസ് ഫോട്ടോ എന്നത് പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലോഡ് ഫോട്ടോ എന്ന് വരും. അപ്ലോഡ് ഫോട്ടോ നിൽക്കുക.
അപ്പോൾ വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ എന്നാണ് വരിക. അഡ്മിൻ അത് പരിശോധിക്കുകയും സദർ ഉസ്താദ് അത് പരിശോധിക്കുകയും ഫോട്ടോ വാലിഡ് ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഇന്ന വിദ്യാർത്ഥിയുടെ ഫോട്ടോ തന്നെയാണെന്നൊക്കെ ഉറപ്പുവരുത്തിയതിനു ശേഷം അപ്രൂവ് ചെയ്യും. അപ്രൂവ് ചെയ്തതിന് ശേഷം അപ്രൂവ് ചെയ്ത വിവരം നമുക്ക് ഗ്രൂപ്പുകളിലോ മറ്റോ അല്ലെങ്കിൽ പിന്നീട് നമ്മൾ പരിശോധിക്കുമ്പോൾ എൻ്റെ രജിസ്റ്റർ നമ്പർ എന്ന ഭാഗത്ത് വീണ്ടും നമ്മൾ ആ വിദ്യാർത്ഥിയുടെ രജിസ്റ്റർ നമ്പർ പരിശോധിക്കുന്നു. ഞാനിവിടെ ഒരു ഡെമോക്ക് വേണ്ടിയിട്ട് മുമ്പ് നമ്മൾ അപ്രൂവ് ചെയ്ത ഒരു വിവരം നോക്കുകയാണ്. വിദ്യാർത്ഥിയുടെ കൺഫേം. അപ്പോൾ വിദ്യാർത്ഥിയുടെ ഫോട്ടോയും ID കാർഡും നമുക്കിവിടെ കിട്ടും. ID കാർഡ് ഇവിടെ നമുക്ക് QR കോഡ്, ഈ ID കാർഡ് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ID കാർഡ് പ്രിന്റ് എടുക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്താൽ ഓഫ്ലൈനായിട്ടോ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്താൽ നമ്മുടെ മക്കൾ എന്തൊക്കെ പരിപാടിയിലുണ്ട്, എന്തൊക്കെ സ്ഥാനം ലഭിച്ചു എന്ന് കാണാം. അതിന് പുറമെ നമുക്ക് ആപ്പിൽ തന്നെ വിദ്യാർത്ഥി രജിസ്റ്റർ നമ്പർ നോക്കുമ്പോൾ ഇതാ 9 പ്രോഗ്രാമുകൾ ടോട്ടൽ വിദ്യാർത്ഥിക്ക് പങ്കെടുക്കാവുമായിരുന്നു. 8 പ്രോഗ്രാമിനാണ് വിദ്യാർത്ഥി പങ്കെടുത്തിട്ടുള്ളത്. ഒരു പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പങ്കെടുത്ത മത്സരങ്ങളിൽ ഒന്നിന് വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് A ഗ്രേഡ് 10 പോയിന്റ് ലഭിച്ചു എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾ അതേപോലെ ബാക്ക് വരുന്നു. ബാക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്യാത്തവർ പെട്ടെന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് അപ്രൂവ് ചെയ്യുക. അതുപോലെ കൃത്യമായി ആപ്പിൽ വിവരങ്ങൾ പരിശോധിക്കുക. എന്ന ഭാഗത്തേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് പോസ്റ്ററുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. നമുക്കറിയാം ഇവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പ്രോഗ്രാം വിന്നർ എന്ന ഭാഗത്ത് സെലക്ട് ജൂനിയർ നമ്മളൊരു പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നു. അസാൻ തിരഞ്ഞെടുത്തു. ഇവിടെ നമുക്ക് വിദ്യാർത്ഥിയുടെ ഓരോ ചെറിയ പോസ്റ്റർ നമുക്ക് കാണാം. അതിൻ്റെ ഉള്ളിൽ വ്യൂ പോസ്റ്റർ, ഓരോ വിദ്യാർത്ഥിക്കും വ്യൂ പോസ്റ്റർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ മനോഹരമായി മലയാളവും ഇംഗ്ലീഷിലുമായ പോസ്റ്ററുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സ്റ്റാറ്റസ് വെക്കാവുന്നതാണ്.